അസ്സലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഇതാ രാവിലെ തന്നെ കിച്ചണിലോട്ട് വന്നേക്കുവാണ്. ഇന്ന് അധികം തിരക്കില്ലാത്തൊരു ദിവസമാണ് കേട്ടോ എനിക്ക്. കാരണം ഇന്നലെ തന്നെ ഒരുപാട് ഫുഡൊക്കെ ഉണ്ടാക്കിയപ്പോൾ അതൊക്കെ ബാലൻസ് ഉണ്ടായിരുന്നു. നമുക്കിന്ന് കഴിക്കേണ്ട ഫുഡും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് വലിയ കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാ പാല് വന്നു, ഞാനിതാ പാലൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചായ വെക്കണം, അപ്പുറത്ത് പാല് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. ഇപ്പോൾ ഭയങ്കര ബിസിയായ കാരണം എനിക്ക് എൻ്റെ സ്കിന്നൊന്നും നോക്കാൻ ഒരു ടൈമും കിട്ടാത്തൊരവസ്ഥയായി പോയിട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നോക്കി സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ആഡ് കാണുന്ന ഒരു സംഭവമാണ് ഈ ക്യൂർ സ്കിൻ എന്ന് പറഞ്ഞിട്ട്. അതൊരു ആപ്പാണ്, ഭയങ്കര യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ആക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് എൻ്റെ സ്കിൻ കെയർ റൊട്ടീനും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട്. മോർണിംഗ് കുറച്ച് സ്കിൻ കെയർ റൊട്ടീനൊക്കെ ആയാലോ, ഇന്ന് അധികം തിരക്കില്ലാത്ത ദിവസം കൂടി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണുക. എങ്ങനെയാണ്, എന്താണ്, എങ്ങനെ ഇത് നമ്മുടെ കയ്യിലെത്തും, ഇതൊക്കെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് എൻ്റെ സ്കിന്ന് കുറച്ച് ഡള്ളായി തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ആപ്പ് വഴി ഡോക്ടറിനെ ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് എൻ്റെ സ്കിന്നിൻ്റെ പ്രോബ്ലംസൊക്കെ പറഞ്ഞ ശേഷം അവർ നമുക്ക് കുറച്ച് പ്രോഡക്റ്റൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാണുന്ന പ്രോഡക്റ്റാണ് നമ്മുടെ ഈ കയ്യിലിരിക്കുന്നത്. അതെങ്ങനെ നമ്മുടെ ഈ കയ്യിലെത്തി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഏത് വഴി എത്തി, എങ്ങനെ എത്തി, ഇതെല്ലാം ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് എന്തായാലും. അപ്പം സ്കിൻ ഹേ മസാക്കൻ ഹേ എന്ന് വെച്ചാൽ എന്താ, സ്കിന്നാണ്, തമാശയല്ല. ഓക്കെ, നമ്മളിപ്പോൾ ഒരു സാധനം ഒരാളുടെ കയ്യിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് മേടിക്കാനും യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് കാണിക്കില്ലേ. പക്ഷേ സ്കിന്നിൻ്റെ കാര്യം അങ്ങനെയില്ല കേട്ടോ. നമ്മൾക്ക് യൂസ് ആക്കാൻ പറ്റുന്നത് ചിലപ്പോൾ മറ്റൊരാൾക്ക് പറ്റുന്നുണ്ടാവില്ല, ആ സ്കിന്നിന് അത് ചേരുന്നുണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഇതെങ്ങനെ നമ്മുടെ കയ്യിലെത്തി എന്നുള്ളത് ഞാൻ ഇതാ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. പ്ലേ സ്റ്റോറിൽ ഇത് അവൈലബിൾ ആണ്. നമ്മളിതാ പ്ലേ സ്റ്റോർ എടുത്ത് ക്യൂർ സ്കിൻ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ അവർ ചോദിക്കും. നമ്മുടെ നമ്പറെല്ലാം ചോദിച്ചിട്ട് നമ്മൾ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ OTP വരും. അത് വെച്ചിട്ട് നമുക്കിത് ലോഗിൻ ചെയ്തിട്ട് എടുക്കാം. ലോഗിൻ ചെയ്ത ശേഷം നമുക്ക് ഏതിലാണ് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എക്സാമ്പിൾ സ്കിന്നാണെങ്കിൽ അത്, അല്ലെങ്കിൽ ഹെയർ ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ഫേസ് ആണെങ്കിൽ അത്, ഏതിലാണ് നിങ്ങൾക്ക് പ്രോബ്ലം. ഓയിലി സ്കിൻ ആണെങ്കിൽ അത്, ഏത് നമുക്ക് പ്രശ്നം വെച്ചാൽ അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ചോദിക്കും. ഹെൽത്ത് വൈസ് ആയിട്ടുള്ളതാണെങ്കിലോ, എന്ത് സ്കിന്നാണ്, സ്കിന്നിന് എന്താണ് പ്രശ്നം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് കൂടെ തന്നെ നമ്മുടെ ഡെയിലി റൊട്ടീനൊക്കെ അവർ ചോദിക്കാറുണ്ട്. നമ്മൾ ഏതെങ്കിലും ടാബ്ലറ്റ് എടുക്കുന്നുണ്ടോ, എന്തെങ്കിലും അസുഖമുണ്ടോ, ഇതെല്ലാം ചോദിക്കും കേട്ടോ. അതിനുശേഷം നമ്മുടെ ഫ്രണ്ടിലും സൈഡിലും ഉള്ള ഫോട്ടോസ് അയച്ചു കൊടുക്കണം. അതിനുശേഷം അവർ അതൊന്ന് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. അത് കംപ്ലീറ്റ് അവരൊന്ന് നോക്കിയ ശേഷം മാത്രമാണ് നമുക്ക് ഏത് പ്രോഡക്റ്റ് വേണം എന്നുള്ളതൊക്കെ അവർ തീരുമാനിക്കുക. അതിനുശേഷം നമുക്ക് അവർ പ്രോഡക്റ്റ് അയച്ചു തരും കേട്ടോ. ഈ ഒരു സംഭവത്തിനുണ്ടല്ലോ വെറും 1500 രൂപ മാത്രമാണ് ഫീസ് വരുന്നുള്ളൂ. ഡോക്ടർ ഫീസും പ്രോഡക്റ്റ് പ്രൈസും ഡെലിവറി ചാർജും എല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ഇപ്പോൾ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് ഒരു ഡെർമറ്റോളജിസ്റ്റിനെയൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര എക്സ്പെൻസ് ആണല്ലേ. അതുമാത്രമല്ല ട്രാവൽ ചെയ്യും വേണം. ഇതാകുമ്പോൾ നമ്മുടെ വിരൽ തുമ്പിൽ തന്നെ വീട്ടിലിരുന്നിട്ട് തന്നെ നമുക്ക് ചെയ്യാം. നമ്മുടെ എത്രയോ ടൈം ലാഭം, ക്യാഷ് ലാഭം ഒക്കെ കേട്ടോ. അപ്പോൾ നമുക്കിതാ ഈ ഒരു പ്രോഡക്റ്റാണ് അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ഒരു ഫേസ് വാഷും ഉണ്ടായിരുന്നു, പിന്നെ സൺസ്ക്രീൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ പ്രോബ്ലംസിന് പറ്റിയ 2 സൊല്യൂഷനും കൂടെ അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് തന്നെ ആയിരിക്കണം എന്നില്ല എല്ലാവർക്കും, കാരണം പലർക്കും പല സ്കിന്നായതുകൊണ്ട് നിങ്ങളുടെ സ്കിന്നിനനുസരിച്ചിട്ട് മാത്രമാണ് കേട്ടോ അവർ ഇതെല്ലാം അയച്ചു തരുന്നത്. അത് മാത്രമല്ല ഓരോ 20 ദിവസം കൂടുന്തോറും ഫോളോ അപ്പും കൂടെ ഉണ്ടാവും കേട്ടോ ഇതിൽ. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കിതിൽ ഡോക്ടറുമായിട്ട് ഉടനെ തന്നെ മെസ്സേജ് അയക്കാനോ കോൾ ചെയ്യാനോ ഒക്കെ ഉള്ള സംവിധാനമുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതാ ഞാനിവിടെ ഫേസ് ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് എടുക്കുകയാണ് കേട്ടോ. ഫേസ് വാഷ് ഇട്ടിട്ട് ക്യൂർ സ്കിന്നിൻ്റെ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കഴുകിയ ശേഷം നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കണം. ഇപ്പം തന്നെ എനിക്ക് നല്ലൊരു ക്ലിയർ സ്കിന്ന് വന്ന പോലെ കേട്ടോ, അത്രയും ഫ്രഷ് ആയ പോലെ തോന്നുന്നുണ്ട്. അതിനുശേഷം അവരുടെ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങൾ നൈറ്റ് റൊട്ടീനാണ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ സംഭവം വേണമെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.
അപ്പോൾ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, സ്കിൻ ഹേ മസാക്കിൻ ഹേ, സ്കിന്നാണ്, തമാശയല്ല. ഓക്കെ, ഇതാ നന്നായിട്ട് ഫേസിൽ നല്ലപോലെ അപ്ലൈ ആക്കി കൊടുക്കുക. എനിക്ക് നല്ലൊരു ഫിനിഷിങ് ലുക്ക് വന്ന പോലെ തോന്നുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ആപ്പിൽ കയറിയിട്ട് ജോയിൻ ചെയ്ത് നോക്ക്. നിങ്ങളുടെ സ്കിന്നിനുള്ള എല്ലാ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ഇവിടെ തന്നെ കിട്ടും കേട്ടോ. പുറത്തൊന്നും പോവാണ്ട് നമ്മുടെ വീട്ടിലിരുന്നിട്ട് തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ജിനീസ് 100 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 100 rupees നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കിട്ടും. അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, കയറി ചെക്കൗട്ട് ചെയ്യുക. പിന്നീട് ഞാൻ നേരെ കിച്ചണിലോട്ട് പോയി. കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കണ്ടേ. ഞാനിവിടെ നല്ലൊരു അടിപൊളി ടിഫിൻ ബോക്സിലേക്കൊക്കെ പാക്ക് ചെയ്യാൻ പറ്റിയ ഒരു റൈസാണ് കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു റൈസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതൊരു സെല്ല റൈസാണ് കേട്ടോ. ഞാൻ ഇതുപോലത്തെ റൈസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലുലുവിൽ പോയപ്പോൾ മേടിച്ചതാണ്. നല്ല ക്വാളിറ്റി തോന്നിയിട്ട് എനിക്ക്. ഞാനിവിടെ ഏകദേശം ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. 2 പേർക്ക് അത് ധാരാളം മതിയാവും കേട്ടോ. അതൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത ശേഷം ജസ്റ്റ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. എനിക്ക് വെള്ളത്തിലിടാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഡയറക്റ്റ് കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചു. അപ്പോൾ കുക്കിംഗ് ടൈം ഇച്ചിരി കൂടിയിട്ടോ. കുറച്ച് ഉപ്പിട്ടിട്ട് ഞാൻ അപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വേണ്ടിയിട്ടുള്ള ഉള്ളിയും അതുപോലെ വെളുത്തുള്ളി ഇതൊക്കെ നന്നാക്കിയിട്ട് എടുക്കണം കേട്ടോ. ഞാനിതാ ഇവിടെ വെളുത്തുള്ളി 2 അല്ലി എടുത്തിരിക്കണം. വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട്, ചെറുതാണെങ്കിൽ ഒരു 3-4 എണ്ണമൊക്കെ വേണം കേട്ടോ. പിന്നെ ഒരു വലിയുള്ളി എടുത്തിട്ടുണ്ട്. വേറെ തക്കാളി അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ അരി ഇവിടെ ഏകദേശം വെന്ത് വരാനായിട്ടുണ്ടായിരുന്നു. പിന്നെ മസാലയൊക്കെ റെഡിയാക്കുമ്പോഴത്തേക്കും കംപ്ലീറ്റ് വേവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. കാസ്റ്റ് അയണിൻ്റെ ഈ കടായി എവിടെ നിന്നാണ് വാങ്ങിച്ചത്, എത്ര രൂപ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതെനിക്കൊരു പ്രൊമോഷൻ വർക്കിൽ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ സ്പൂണ് വലിയ ജീരകം, പിന്നെ പട്ട ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച വലിയുള്ളി അതുപോലെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് മഞ്ഞൾപ്പൊടിയും ചില്ലി ഫ്ലെക്സ് മാത്രം മതി. ഇനി ചില്ലി ഫ്ലെക്സ് പറ്റില്ല എന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ വേവിച്ച് ഊറ്റിയെടുത്ത് നമ്മുടെ ചോറും ആവശ്യത്തിനുള്ള ഉപ്പും ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും അതുപോലെ നമ്മുടെ മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഇല്ലെങ്കിൽ നമുക്കിവിടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഒരുപാട് മസാലയൊന്നും ഇല്ലല്ലോ, പ്രത്യേകിച്ച് നമ്മുടെ മാഗി ക്യൂബ് ഇല്ല കേട്ടോ. എന്നിട്ട് ഞാനിവിടെ കുക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാസ്റ്റ് അയണിൽ നിന്ന് വേഗം മാറ്റും, ഇല്ലെങ്കിൽ ഒരുമാതിരി ടേസ്റ്റായി പോകും കേട്ടോ. പിന്നീട് ഇതാ പിള്ളേരുടെ ലഞ്ച് ബോക്സിൽ പാക്ക് ചെയ്യാണ്. തൈര് മാത്രം മതി, അച്ചാറാണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ കുട്ടികൾക്ക് തൈരാണ് കേട്ടോ ഉണ്ടാക്കി കൊടുത്തത്. ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ള തൈരില്ലേ, സാലഡ്, ഇതാണ് കേട്ടോ ഉണ്ടാക്കിക്കൊടുത്ത്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ബോക്സ് സ്പെഷ്യൽ ഇതായിരുന്നു. ഇനി പിള്ളേർക്ക് ഇത് തന്നെ കഴിക്കാനും മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ചിക്കൻ ഫ്രൈയും അതും കൂടെ കഴിക്കാൻ കൊടുത്തു കേട്ടോ രാവിലെ. അവരിനി വേറെ ഒന്നും ഉണ്ടാക്കേണ്ട സമയമില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അവർക്ക് സമയമില്ല, അവർക്കും സമയമില്ല, എനിക്കും സമയമില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ കുട്ടികളിതാ പാക്കൊക്കെ ചെയ്തിട്ട് ഇനിയിപ്പോൾ അവർ പോകും. അതിനുശേഷം ഞാൻ നേരെ കിച്ചണിലോട്ട് പോയി ഇക്കാക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇക്കാക്കും എനിക്കും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് മുമ്പായിട്ട് ഇച്ചിരി പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴുകി വെക്കാൻ. അപ്പം ഞാൻ വേഗം പോയി അതിനെയൊക്കെ ഒന്ന് കഴുകിയെടുത്തു. ഇനി നമുക്ക് ഇക്കാക്കുള്ള ഓട്സും കാര്യങ്ങളും ഉണ്ടാക്കണം കേട്ടോ. കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഓട്സാണ് കഴിക്കുന്നത്. അതുപോലെ ഞാനും രാവിലെ ഓട്സ്, എഗ്ഗ് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ രാവിലെ കഴിക്കുന്നത്. അപ്പോൾ ഇതാ പാത്രങ്ങളൊക്കെ കഴുകി കുട്ടികൾ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബോട്ടിൽ വെള്ളം നിറയ്ക്കാൻ വേണ്ടി വന്നേക്കുവാണ് കേട്ടോ റിഹാൻ. അതിനുശേഷം എന്താണ്, അവർ പോയിട്ടില്ല, പോകുമ്പം പറയാൻ വന്നിട്ട് പറഞ്ഞിട്ട് പോകണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എനിക്കൊരു മാതിരി ഉണ്ടാവും. അങ്ങനെ നമ്മളിതാ ഇവിടെ ഓട്സൊക്കെ ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അയൻകുട്ടി വന്ന് വെള്ളം നിറച്ചിട്ട് പോയതാണ് കേട്ടോ. പിന്നെ ഓട്സ് വേവിക്കാൻ വെച്ച നേരം കൊണ്ട് തന്നെ ഞാൻ വേഗം പോയിട്ട് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡ്രൈ നട്ട്സും ഫ്രൂട്ട്സും രണ്ടും കൂടെ മിക്സിങ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എനിക്ക് ഡ്രൈ ഫ്രൂട്ട്സിനെ വരുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം കൂടെ മിക്സിങ് ആണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞാൻ അതെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോന്നോരോന്നായി കട്ട് ചെയ്തു. അപ്പുറത്ത് നമ്മുടെ ഓട്സ് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ.
കുറേ ആൾക്കാർ പറയുന്ന കമൻറ്റ് വായിക്കണ്ട, കുറേ പേര് കമൻറ്റ് വായിക്ക്, അങ്ങനെ കുറേ എന്തായാലും ഞാൻ ബോറടിപ്പിക്കാത്ത രീതിയിലാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എനിക്ക് എല്ലാവരുടെ അഭിപ്രായങ്ങളും നോക്കണമല്ലോ. അപ്പോൾ അയാൻകുട്ടി വന്ന് യാത്ര പറഞ്ഞു, റിഹാനും വന്ന് യാത്ര പറഞ്ഞു. അവർ രണ്ടുപേരും പോയി. ഇക്ക വന്നിട്ട് ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് മാറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കഴിക്കട്ടെ. പിന്നെ യുവർ ഫുഡ് പാക്കിംഗ് മെത്തേഡ് ഈസ് റോങ്. അയ്യോ, എന്താണ് സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ അതെന്താണെന്നുള്ളത്. എങ്ങനെയാണ് ഞാൻ പാക്ക് ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞത്. മക്കൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? മക്കൾ ഒരാൾ +1, ഒരാൾ 7th പഠിക്കുന്നത്. എൻ്റെ ഡെയിലി വെയർ ഞാൻ എടുക്കുന്നത് പല സ്ഥലങ്ങളിൽ നിന്നാണ്. എനിക്ക് ഡെയിലി വെയറായിട്ട് അങ്ങനെ എടുക്കില്ല. ഞാൻ സാധാരണ സിമ്പിളായിട്ടുള്ള കോട്ടൺ ടോപ്സാണ് കൂടുതൽ എടുക്കുക. അത് ഇച്ചിരി പഴയതാകുമ്പോൾ ഞാൻ വീട്ടിലിടാൻ യൂസ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനത്തെ എടുക്കുന്നത്, ഹെവി ആയിട്ടുള്ളത് എടുക്കാണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ജിനി എല്ലാ വീഡിയോസും കാണാറുണ്ട്, വളരെ ഇഷ്ടമാണ്. താങ്ക് യു സോ മച്ച്. പിന്നെ ഒരുപാട് നമുക്ക് ഒത്തിരി നല്ല കമൻറ്റ്സ് വന്നിട്ടുണ്ട്. കമൻറ്റ്സ് ഇടുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ജിനി നല്ലൊരു കുടുംബത്തിൽ എത്തിയല്ലോ, അൽഹംദുലില്ലാഹ്. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇക്ക കൊടുത്ത ശേഷമാണ് ഇക്ക പറഞ്ഞത് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോവുള്ളൂ എന്ന്, എനിക്ക് എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ ചെയ്തോന്ന്. അപ്പം ഞാൻ വേഗം പോയി ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്യാൻ തന്നു കേട്ടോ. അടിച്ചു വാരൽ, ബെഡ്ഷീറ്റ് വിരിച്ചിടൽ, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. അങ്ങനെ ഈ ഉസ്താദ്മാർക്ക് ഫുഡ് കൊടുക്കുക എന്ന് പറയുന്നത് അത്ര ടാസ്ക് പിടിച്ച കാര്യമൊന്നുമല്ല. പലവിടെ എന്തിനാണ് കൊടുക്കുക, ചില ആൾക്കാർ അറിയാത്ത ഇത് കൊണ്ട് ചോദിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ വീട്ടിലൊരു 3 മാസം കൂടുമ്പോഴാണ് ഈ ഒരു സംഗതി വരാറ്. അവർ ഫാമിലി ഒന്നും ഇല്ലാണ്ട് ഒരു മഹലിന് വേണ്ടി വന്ന് മദ്രസയിൽ കുട്ടികളെയൊക്കെ പഠിപ്പിച്ച് നിൽക്കുന്നതല്ലേ. അവർക്ക് ഒരുപാട് കാലം ഈ ഹോട്ടലിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊന്നും ഫുഡ് കഴിക്കണത് ശരിയാവില്ലല്ലോ. അപ്പോൾ ഹോംലി ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ മഹലിൽ ആൾക്കാരിനും, അതായത് ഒരു മഹലിൽ പറഞ്ഞപ്പം ഓരോ പ്ലേസ് ഉണ്ടാവുമല്ലോ, അതിലത്തെ ആൾക്കാരിൽ ഓരോ ഫാമിലിക്ക് ഓരോ ദിവസം വെച്ചിട്ട് അവർ ഫുഡ് ഇങ്ങനെ റൊട്ടീൻ കൊടുക്കുന്നത്. അതായത് ഇന്ന ദിവസം ഇന്ന വീട്ടിൽ, നെക്സ്റ്റ് ഡേ അടുത്ത വീട്ടിൽ, അങ്ങനെ പറഞ്ഞിട്ട് അവരൊരു റൊട്ടീൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ അപ്പോൾ നമുക്ക് എന്താണെങ്കിലും കൊടുക്കാം, ഇന്നത് തന്നെ വേണം എന്ന് നിർബന്ധമൊന്നുമില്ല. വിശപ്പിന് നല്ല ആഹാരം, അത്രയേ ഉള്ളൂ കേട്ടോ. അത് നമ്മളെയും കൊണ്ട് കഴിയുന്ന പോലെ, നമ്മൾ സാമ്പത്തിക സ്ഥിതി എങ്ങനെയുണ്ടോ അതിനനുസരിച്ചിട്ട് അവർക്ക് കൊടുക്കാം. അതൊന്നും പ്രശ്നമില്ല. പല നാട്ടിലും ഈ ക്യാഷും കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെയൊക്കെ നാട്ടിൽ ക്യാഷാണ്. ഒരു ദിവസത്തിന് ഇത്ര, ഫുഡിന് ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അപ്പോൾ ക്യാഷ് മേടിച്ചിട്ട് പോകുന്ന ഉസ്താദന്മാരും ഉണ്ട്. എല്ലാം ഞങ്ങൾക്ക് ഹോംലി ഫുഡ് മതി എന്ന് പറയുമ്പോൾ അങ്ങനെ കൊടുക്കുന്നവരും ഉണ്ട് കേട്ടോ. അത് അത്ര വലിയ കൺഫ്യൂഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ റിപ്ലൈ. ഓക്കെ, അങ്ങനെ ഞാൻ ഹാളിലും എൻ്റെ റൂമിൽ, കുട്ടികളുടെ റൂമിലൊക്കെ അടിച്ചു വാരി എടുത്തു. പിന്നെ ഇത് ഉമ്മാൻ്റെ റൂമിലോട്ട് വന്നേക്കുവാണ് കേട്ടോ. ഒന്ന് അടിച്ചു വാരി തുടക്കൽ പിന്നെ ആക്കാം, ഒന്ന് കംപ്ലീറ്റ് അടിച്ചു വാരി എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. ഈ ചുമയുണ്ടല്ലോ എന്നെ ഈ വോയിസ് ഓവർ കൊടുക്കണം നേരത്തെ തന്നെ കഷ്ടപ്പെടുത്തും. അത്രയും സമയം ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഈ ഒരു ടൈം ആകുമ്പോൾ അങ്ങ് കയറി അങ്ങ് വരും കേട്ടോ. അതുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ പഴയ പോലെ പറ്റുന്നേ ഇല്ല. ചായയുടെ കൂടെ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാൻ പാടില്ല എന്നുള്ളത് നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ അപ്പം തന്നെ അങ്ങ് എടുക്കും. ഈവനിങ് ഞാൻ സ്നാക്ക് കഴിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഡ്രൈ നട്ട്സ് ഒക്കെ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ എന്താ, വിശപ്പും മാറും, ഹെൽത്തി ആയിരിക്കും. പക്ഷെ ഈ ടീയുടെ കൂടെ കഴിക്കാൻ പാടില്ല എന്നുള്ളത് എനിക്ക് പണ്ട് മുതൽ അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. ടീയുടെ കൂടെ നമുക്ക് ഇത് കഴിക്കാൻ പാടില്ല, മരുന്ന് കഴിക്കാൻ പാടില്ല, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അടിച്ചു വാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോഴത്തേക്കും ഇക്ക പോകാൻ ടൈമായി. ഇക്ക പോയി. കാറിൻ്റെ കോലം കണ്ടില്ലേ. ഇനിയിപ്പോൾ നാളെ കുട്ടികളെയും കൊണ്ടൊന്ന് ക്ലീൻ ചെയ്യിപ്പിക്കണം. അങ്ങനെ വേഗം വീണ്ടും അടുക്കളയിലോട്ട് വന്നു. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം കേട്ടോ. സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഉമ്മാക്കുപ്പാക്കും. അതേപോലെ ഞാൻ ഇക്കാക്ക് ഓട്സ് ഉണ്ടാക്കിയപ്പം അപ്പം തന്നെ ഞാൻ ഓട്സ് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക്. പിന്നെ ഒരു ബുൾസൈ കഴിക്കാമെന്ന് വിചാരിച്ചു. ബുൾസൈ മീൻസ് 2 സൈഡും വേവിച്ചിട്ട് ഞാൻ ഉണ്ടാക്കുള്ളൂ കേട്ടോ. അല്ലാത്ത സംഭവം എനിക്കിഷ്ടമല്ല, ഇവിടെ ആർക്കും ഇഷ്ടമല്ല, എനിക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതും ഇഷ്ടമല്ല കേട്ടോ.
അപ്പോൾ കുട്ടിക്ക് ഇഷ്ടമാണ്, അയാൾക്ക് ഇഷ്ടമാണ്. അയാൻ എന്നോട് ചോദിക്കും ജിനിമ ഹാഫ് കുക്ക് ചെയ്തത്. ഞാൻ പറഞ്ഞു ഞാൻ തരൂല, എനിക്ക് അതിൻ്റെ സ്മെല്ലൊന്നും പിടിക്കില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതേപോലെ ഇന്നലെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയത് കണ്ടിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ്. അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കണമല്ലോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ കൂടെ നമുക്ക് എന്താണ് ഉണ്ടാക്കി എല്ലാവരുടെയും ഹാപ്പി കാണുമ്പോൾ ഭയങ്കര സന്തോഷം തന്നെയാണ് കേട്ടോ. നമുക്ക് അങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് കേട്ടോ എനിക്കും. നമ്മൾ പെരുന്നാൾ അങ്ങനത്തെ സ്പെഷ്യൽ ഡേയ്സിലൊന്നും നമുക്ക് കിച്ചണിൽ നിന്ന് ഇറങ്ങാനേ ടൈം കിട്ടൂല. പക്ഷെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് അവരുടെ മുഖത്ത് സന്തോഷം കാണുമ്പോൾ നമ്മുടെ ഈദ് ഹാപ്പിയായി. അങ്ങനെ തന്നെ നമ്മളും തിങ്ക് ചെയ്യാറ് കേട്ടോ. നമുക്കും ഇവിടെ പെരുന്നാളിന് അത്യാവശ്യം ആൾക്കാരൊക്കെ വരും. ചില സമയത്ത് ഇക്കാൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ പോകെ പോകെ ആൾക്കാരുടെ എണ്ണം കൂടും. കാരണം കുട്ടികൾ വലുതായിട്ട് വരില്ലേ. ഇനി അവരുടെ ഫ്രണ്ട്സ്, കോളേജ് ഫ്രണ്ട്സ് ഇങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് രസമായിരിക്കും, തിരക്കുമായിരിക്കും അല്ലേ. അങ്ങനെ മൺചട്ടി അടുപ്പത്ത് വെച്ചാൽ വേഗം പൊട്ടിപ്പോവില്ലേ? ഇത് ഇല്ല, അതെങ്ങനെയാ? ഗ്യാസ് അടുപ്പിൽ വെച്ചാലോ? ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. എൻ്റെ അങ്ങനെ പൊട്ടിപ്പോയിട്ടില്ല. എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണിട്ട് പൊട്ടിപ്പോയിട്ടുണ്ട്. അടുപ്പത്ത് വെച്ചിട്ട് ഇതുവരെ പൊട്ടിപ്പോയിട്ടില്ല കേട്ടോ. എത്ര ഉസ്താദ് ഉണ്ടായിരുന്നു ഭക്ഷണത്തിന്. എൻ്റെ വീട്ടിൽ ഇതുപോലെ കൊടുക്കും, എനിക്കും ഇഷ്ടമാണ് കൊടുക്കാൻ. പക്ഷേ ഇവിടെ ചോദിക്കുന്നില്ല, ക്യാഷാണോ അവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ 3 ഉസ്താദന്മാരാണ് കേട്ടോ ഉണ്ടാവാറ്. ചില സമയത്ത് 2 പേര്. അവർ നേരത്തെ പറയൂ കേട്ടോ, നമ്മുടെ വീട്ടിൽ ജിനി വീട്ടിൽ വരണം എന്നുണ്ട്, ഇഷ്ടക്കുറവ് ഉണ്ടാവുമെന്ന്. ഓക്കെ, നിങ്ങൾ അവിടെ നാട് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണോ? എന്തായാലും വരുമ്പോൾ പറയണം. പറയാണ്ട് കയറി വരുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മൾ ഇവിടെ ഉണ്ടാവുമോ ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ എവിടെ നാട് എന്നുള്ളതൊന്നും പറയണേ. ഇഷ്ടക്കുറവൊന്നും ഉണ്ടാവില്ല കേട്ടോ, അങ്ങനെയൊന്നുമില്ല, അതൊന്നും വിചാരിക്കണ്ട. പിന്നെ ഇന്ന് മക്കൾ പാപം, ഇന്ന് ഫുഡി ഡേ അല്ലേ ഇന്ന്? ഫുഡി ഡേ അങ്ങനെ ഒരു ഡേ ഉണ്ടോ? എനിക്കറിയില്ല കേട്ടോ. ഇവിടെ ഇൻഡക്ഷൻ സ്റ്റവ് ഇല്ലേന്ന് ചോദിക്കുന്നുണ്ട്. അതുണ്ട്. എനിക്കെന്തോ നമ്മുടെ നോൺ വെജ് കാര്യങ്ങളൊന്നും അതിൽ കുക്ക് ചെയ്യണ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അതാണ് ഞാൻ എടുക്കാത്തത്. ഇവിടെ ഉണ്ട്, ഇക്ക കൊണ്ടുവന്നത് അങ്ങനെയുണ്ട്. നമ്മളൊരു 2-3 മേടിച്ച് അതെല്ലാം കേടുവന്നു. പിന്നെ ഞാൻ മേടിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ നമ്മൾ ഒരു ടേബിളിൽ തന്നെ മൈക്രോ ഓവൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ എയർ ഫ്രയർ, മിക്സി ഗ്രൈൻഡർ, ഇനി അതിൻ്റെ ഇടയിൽ ഇൻഡക്ഷനും കൂടെ വെക്കണ്ടേ, ഇൻഡക്ഷൻ സ്റ്റൗവും കൂടെ വെക്കണ്ടേന്ന് ആലോചിക്കുമ്പോൾ ഒരു ഇത്. അത് കാരണം ഞാനതെടുത്ത് പുറത്തൊക്കെ ഒന്നും വെച്ചിട്ടില്ല കേട്ടോ, അത് ഉള്ളിൽ തന്നെ ഉണ്ട്. അങ്ങനെ ഉമ്മതാ പപ്പടം ഉണക്കണ പോലെയാണ് കേട്ടോ തുണികൾ ഉണക്കിയെടുക്കുന്നത്. മഴ പെയ്തപ്പോൾ അതൊരു വല്ലാത്ത പാടാണ്. ഒത്തിരി അരിയുണ്ട്, ഒത്തിരി തുണിയുണ്ട്. 2 വാശാണ് ഡെയിലി ഉണ്ടാവാറ്. അത് ഫുള്ള് ഉണങ്ങാനിട്ട് അതുപോലെ തന്നെ മടക്കി നമ്മുടേതായ തുണികൾ, ഓരോരുത്തരുടേതായ തുണികൾ വേറെ വേറെ തിരിച്ച് മടക്കി തരും കേട്ടോ. പിന്നെ എനിക്കത് കബോർഡിൽ കൊണ്ടുവയ്ക്കേണ്ട ജോലി മാത്രമേ ഉണ്ടാവാറുള്ളൂ. പക്ഷെ ഈ മഴ സമയത്ത് തുണികൾ ഉണക്കിയെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. അങ്ങനെ ഇതാ തുടക്കലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ഭാഗത്ത്. ഇന്ന് ലഞ്ചൊന്നും കാര്യമായിട്ട് ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല. ഒന്നാമത് ഇന്നലത്തെ എല്ലാ ഫുഡും ബാക്കിയുണ്ട്. പിന്നെ ഞാൻ ചോറ് മാത്രം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെച്ചതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. ഇന്നലെ ഉണ്ടാക്കിയ കുറച്ച് ഫുഡുകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് കുറച്ച് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റി. വ്ളോഗ് കാണുമ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ 1 മിനിറ്റ് പോലും ഇരുന്നിട്ടില്ലേന്ന്. പക്ഷേ ഇരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും മഴ ഇനിയും പെയ്യട്ടെ അല്ലേ. അങ്ങനെ ഇതാ ഞാൻ കുറച്ച് നേരം മഴയൊക്കെ പോയി നിന്ന് ആസ്വദിച്ച് വന്ന് ഹോളിലും അടുക്കളയിലും എല്ലാവടെയും തുടച്ചെടുത്തു കേട്ടോ. ഈ മഴ സമയത്ത് ഫുള്ള് സ്പീഡിൽ ഫാൻ ഇട്ടിട്ടേ ഉണങ്ങി കിട്ടണുള്ളൂ, അല്ലാണ്ട് ഉണങ്ങുന്നില്ല. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. നമ്മുടെ ഫുഡുകളൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വന്നു കേട്ടോ. ഇനി ഫിഷ് ഫ്രൈ ചെയ്യണം, അതുപോലെ ചോറ് ഊറ്റണം, ഉപ്പേരി, കറി ഇതെല്ലാം ചൂടാക്കിയിട്ട് എടുക്കണം. പിന്നെ മട്ടൻ കുറച്ചുണ്ടായിരുന്നു, അതൊക്കെ ചൂടാക്കിയിട്ട് എടുക്കണം കേട്ടോ, ചിക്കനും ഒക്കെ. അങ്ങനെ ഇതാ ഞാൻ ഫിഷൊക്കെ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചു. നമ്മുടെ മാന്തലാണ്. മോരുകറി ചൂടാക്കി, ഇനി പരിപ്പ് ചാറ് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ കുറച്ച് കറിയുള്ളൂ. പക്ഷെ ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ഇന്നത്തെ കുക്കിംഗ് അങ്ങനെ മതിയെന്ന് വിചാരിച്ചിട്ട്. കാരണം ഇനി സൺഡേ അല്ലേ വരാൻ പോകുന്നത്. സൺഡേ നമ്മൾ അത്യാവശ്യം കുക്ക് ചെയ്യുന്ന ദിവസം കൂടിയല്ലേ, അതുകൊണ്ടാണ്. ജിനി എന്താ മോളെ വിശേഷങ്ങൾ? എല്ലാവരോടും അന്വേഷണം പറയണം. ഓക്കെ, ഞാൻ പറയാം. ചോറ് കൊടുക്കുന്നത് എത്ര ഉസ്താദന്മാർക്കാണ്. ഞാൻ ഇതുവരെ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ ഉപയോഗിച്ചിട്ടില്ല. ഇനി അങ്ങനെ ഉണ്ടാക്കി നോക്കണം. മൺചട്ടിയിൽ കാണുമ്പോൾ നല്ല ഭംഗി.
മൺചട്ടിയിൽ ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റാണ്, എല്ലാം വെച്ചാൽ നല്ല ടേസ്റ്റാണ്. എനിക്ക് പൊതുവേ ഇപ്പോൾ മൺചട്ടി മാത്രമാണ് ഇഷ്ടം. അങ്ങനെ നമ്മൾ നല്ല ചൂട് ചോറ്, ബീട്രൂട്ട് ഉപ്പേരി, മട്ടൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തത്, ചിക്കൻ ഓയിലി ഫ്രൈ ചെയ്തത്, പിന്നെ മാന്തൽ, മോര് കറി, ആഹാ ഇന്നത്തെ ഊണ് കുശാലാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ കഴിക്കാൻ. ഞാൻ എന്താ ഒരു വായി തരാം കേട്ടോ, നിങ്ങളൊന്ന് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടെ വന്ന് എന്നെ കൊല്ലുമോ എന്നൊരു പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ട് വരാം കേട്ടോ, ഞാൻ കൊതിപ്പിക്കുന്നില്ല. എന്തായാലും എല്ലാം വിളമ്പി സെറ്റാക്കി ഇനിയിപ്പോൾ ടേബിളിലോട്ട് കൊണ്ടുവയ്ക്കണം. അതിന് ശേഷം എന്താണ് പരിപാടി, ഇന്ന് എന്തെങ്കിലും ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാന്നുള്ളത് വിചാരിച്ചു കേട്ടോ. ഈ വിചാരിച്ചു എന്ന് എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിങ്ങനെ എന്തിനാണ് പറയുന്നത് എന്നുള്ളതും ഞാൻ വിചാരിക്കാറുണ്ട്. ഇനിയിപ്പോൾ എന്താണ്, ഞാൻ നിർത്തമൊന്നുമില്ല, അതൊക്കെ അങ്ങനെ അങ്ങ് വഴിക്ക് അങ്ങ് പോട്ടെ. നിങ്ങൾക്കൊരു രസമല്ലേ കേൾക്കാൻ വേണ്ടിയിട്ട്. ഞാൻ മാത്രം ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ആസ്വദിച്ചാൽ മതിയോ? നിങ്ങളും കേട്ട് ആസ്വദിക്കൂന്ന്. നൈസ് ഹാൻഡ്ലിങ് കിച്ചൺ ഈസ് ഗുഡ്, താങ്ക് യു സോ മച്ച്. എനിക്ക് 4 ആൺമക്കളാണ്, ഒന്നും ചെയ്യാറില്ല, എവിടെ ഒന്നും ചെയ്യാറൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ വ്യൂവേഴ്സും ഇങ്ങനെ പറഞ്ഞ് ഞാനും പിള്ളേരോട് പറയുമ്പോൾ അവരും ഹെൽപ്പ് ചെയ്യണം. പിന്നെ പിള്ളേർ വന്ന് ചോദിക്കട്ടെ എന്നോട് ഹെൽപ്പ് ചെയ്യണമെന്ന്. ഞാൻ തന്നെ വേണ്ട, നീ പൊക്കോ എന്ന് പറഞ്ഞിങ്ങനെ വിടുമായിരുന്നു. ഇപ്പം ഞാൻ പാത്രം കഴിപ്പിക്കും. പിന്നെ വേണ്ടി വന്നാൽ എനിക്ക് അടിച്ചു വരാൻ പറ്റാത്ത സമയത്തൊക്കെ ഞാൻ പറയും, ആ മുറ്റത്ത് ഇലയൊക്കെ വീണിട്ടുണ്ടെങ്കിൽ ഒന്ന് പോയി പെറുക്കിക്കുക പറയും. അങ്ങനത്തെ കുഞ്ഞു പണികളൊക്കെ കൊടുക്കട്ടോ. പക്ഷെ രണ്ടുപേരും ചെയ്യും, മടിയൊന്നുമില്ല. പിന്നെ കുറച്ച് മടി ആർക്കാണ് ഉണ്ടാവുക എന്നുള്ളതൊന്നും നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഒരു അഭിപ്രായം വെച്ച് കമൻറ്റ് ചെയ്യൂ എന്താണെന്നുള്ളത്. അങ്ങനെ അയാൻകുട്ടി സ്കൂൾ വിട്ട് വന്ന് ട്യൂഷനും പോയി. ആ ചെക്കനുണ്ടല്ലോ ഇപ്പോൾ വന്ന് ഒന്നും കഴിക്കുന്നില്ല, വേഗം പോവുക. നല്ല മഴ, തണുത്ത് വരച്ച് നിൽക്കുകയാണ്. ഞാൻ വേഗം പോയി കുറച്ച് ബ്രെഡ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കിയില്ലേ, അതിൻ്റെ ബ്രെഡ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ റിഹാൻക്കാണെങ്കിൽ സ്കൂൾ വിട്ട് വന്നപ്പോൾ ഭയങ്കര വിശപ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം നമുക്ക് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റം ഇതല്ലേ ബ്രെഡ്, നമ്മുടെ ബോംബെ ടോസ്റ്റ്. അപ്പോൾ പാലൊഴിച്ചു, എഗ്ഗ് ഇട്ടു, പിന്നെ പഞ്ചസാര, കുറച്ച് വാനില എസൻസ് അല്ലെങ്കിൽ നമ്മുടെ ഏലക്കാട്ടോ, പിന്നെ കുറച്ച് നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. 2 ഭാഗത്തും നല്ല മുരിഞ്ഞ് വരുമ്പോൾ പിള്ളേർക്ക് എടുത്ത് കൊടുക്കാം. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല, ഞാൻ ചായയും കുടിക്കുന്നില്ലല്ലോ, അപ്പോൾ വെറുതെ എന്തിനാണ് കാലോറി കഴിച്ച് കയറ്റുന്നത് വിചാരിച്ചിട്ട് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. ഉച്ചയ്ക്ക് നമ്മൾ ചോറ് കഴിച്ചു, പിന്നെ ചെറിയൊരു പീസ് മട്ടൻ, ചെറിയൊരു പീസ് ചിക്കൻ ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ പിന്നെ അധികം ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ലെവലാകുമ്പോഴത്തേക്ക് ഞാൻ ചട്ടിയിൽ നിന്ന് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് എന്താണ് നമുക്ക് പരിപാടി എന്നുള്ളത് ഞാൻ വഴിയെ പറയാം. ഇന്നിപ്പോൾ ഞാൻ ഒത്തിരി കമൻറ്റ് വായിച്ച് ബോറടിപ്പിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ആരും വിഷമിക്കരുത്, കാരണം നമ്മുടെ ഇതിൽ കമൻറ്റ് ബോക്സിൽ എല്ലാവരും എനിക്ക് ഒരുപോലെയല്ലേ. നമ്മുടെ ഫുഡ് പാക്കിങ്ങിൻ്റെ പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, അതെന്താ സംഭവം എന്ന് വെച്ചാൽ ആ ഒരു സിൽവർ കളറ് ഉള്ളിലോട്ട് വരേണ്ട ഭാഗമാണ്, ഞാനത് പുറത്തോട്ടാക്കിപ്പോയി. എനിക്ക് പിന്നീട് തിങ്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത്, നമ്മൾ ഫുഡ് മേടിക്കുമ്പോൾ നേരെ തിരിച്ചാണല്ലോ എന്നുള്ളത് അല്ലേ. ഞാൻ അപ്പം ആലോചിച്ചില്ല, ഞാൻ നല്ല മൊഞ്ചുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആക്കിയിട്ടോ. നമുക്ക് ഇങ്ങനെ പാക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ, ഒന്ന് ക്ഷമിക്കും കേട്ടോ. അങ്ങനെയൊക്കെ ഇടയ്ക്ക് ഓരോ മണ്ടത്തരങ്ങൾ പറ്റും, ഇടയ്ക്കൊന്നല്ല ചിലപ്പോൾ എപ്പോഴും പറ്റിക്കൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ ജിനി വീഡിയോ എല്ലാം ഞാൻ കാണാറുണ്ട്, എല്ലാം വളരെ ഇഷ്ടമാണ്. താങ്ക് യു സോ മച്ച്, സൂപ്പർ ഫാമിലി. അങ്ങനെ ഒരുപാട് ഹാർട്ടും ഒരുപാട് സംഭവങ്ങൾ നമുക്ക് അയച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഉള്ളി സുർക്ക എന്ന് പറയും, മലപ്പുറത്തിലെ സുർക്ക എന്ന് പറയും. നമ്മളിവിടെ എന്താ, ഞാൻ സുർക്ക എന്ന് പറയും, ഉള്ളി സുർക്ക എന്ന് പറയാറില്ല, സുർക്ക എന്നേ പറയാറുള്ളൂ കേട്ടോ. പിന്നെ ഇതുപോലെ തന്നെ സുഖമാണോ ചോദിച്ചിട്ടുണ്ട്. ഇത്തയുടെ വീഡിയോ എനിക്കും എൻ്റെ കുട്ടികൾക്ക് ഇഷ്ടമാണ്. കുട്ടികൾക്ക് എൻ്റെ പക്കം നല്ലൊരു റൂം കൊടുക്കും കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അങ്ങനെ നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കുന്നു. ഉമ്മയും റിഹാനും ഒരു ബ്രെഡ് ഫുള്ളെടുത്ത് വായിലോട്ട് ഇടുന്നുണ്ട് കേട്ടോ, അത്രയും വിശന്നിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ അവനും കഴിക്കുന്നുണ്ട്. ഉപ്പ അതാ നിസ്കാരം കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നുണ്ട്, ഉപ്പയും കഴിക്കും. ഉപ്പയൊക്കെ പിന്നെ ഒരു കുഞ്ഞു പീസ് അത്രേ കഴിക്കുള്ളൂ കേട്ടോ,
കാരണം മധുരമൊക്കെ അല്ലേ. ഞാൻ ഒത്തിരി മധുരം ഇട്ടിട്ടില്ല, കാരണം ബ്രെഡിന് തന്നെ കുറച്ച് മധുരമുണ്ട്. ID ദുബായ് ആണോന്ന്, ID ദുബായ് ആണോന്നോ, ആരുടെ ID? എനിക്ക് ഇത് ദുബായ് ആണെന്നാണോ ഉദ്ദേശിച്ചത്? അയ്യോ ദുബായോ? ഏത്? എൻ്റെ വീടോ? പഠിച്ചോനെ. ജിനിയെ പോലെ തന്നെ എനിക്ക് 2 ആൺകുട്ടികളാണ്. മാഷാല്ലാ, എല്ലാവരും നല്ല രീതിയിൽ ജീവിച്ചു പോവുക, നല്ല സുഖമായിട്ട് ജീവിച്ചു പോവുക. അങ്ങനെ നമ്മുടെ വ്ളോഗ് ഇന്ന് ഏകദേശമൊക്കെ തീരാനായില്ലേ. റിഹാൻക്കുള്ള ചായ ജസ്റ്റ് ഒന്ന് ആറ്റി കൊടുക്കുകയാണ് കേട്ടോ, അല്ലെങ്കിൽ അവൻ ചൂട് എന്നും പറഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരിക്കും. ചായ കാറ്റിയ ശേഷം ഞാൻ എന്ത് ചെയ്തു, വേഗം ജനലൊക്കെ അടച്ചു, ഇല്ലെങ്കിൽ കൊതു നമ്മളെ തിന്നു കേട്ടോ. ജനലൊക്കെ അടച്ച് പാത്രങ്ങൾ കുറച്ച് കഴുകാനുണ്ടായിരുന്നു, അതെല്ലാം കഴുകിയെടുത്ു. കുറച്ച് സമയം അവിടെ പോയി ഇരുന്ന് എഡിറ്റ് ചെയ്ത് ഇൻസ്റ്റയിൽ വീഡിയോസൊക്കെ ഇടുമ്പോഴത്തേക്കാണ് അയാൻകുട്ടി ഇങ്ങനെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് മഴയും കൊണ്ടിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കുറേ വെള്ളി വീണുണ്ടില്ല, വെള്ളി വീണതൊക്കെ ഞാൻ അവിടെ തന്നെ വെച്ചേക്കുവാണ്. ഇനി എന്താണ് ഇങ്ങനെ എന്നൊന്നും ചോദിക്കരുത് കേട്ടോ, ഇടയ്ക്കൊക്കെ അങ്ങനെയൊക്കെ ആവും. ഓക്കെ, നമ്മളിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ല, ഒരു ഗ്യാപ്പൊന്നുമില്ലല്ലോ. 26-27 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ പിന്നെ വെള്ളിയും സ്വർണവും ഡയമണ്ടും ഒക്കെ വീഴും. ഇതൊക്കെ ഒറിജിനൽ ആണെങ്കിൽ ഒരു കാര്യം ഉണ്ടായേനെ അല്ലേ, അതും നടന്നില്ല. അങ്ങനെ ഉമ്മ വൈകുന്നേരം ആയപ്പോൾ വീണ്ടും ഓരോ തുണികൾ ഉണങ്ങിയത് അപ്പുറത്തോട്ട് മറിച്ചിട്ടിട്ടും ഇപ്പുറത്തോട്ട് മറിച്ചിട്ടിട്ടും അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പാവം. അത്രയും തുണികളുണ്ടല്ലോ. അപ്പോൾ തുണികളുടെ ഡ്യൂട്ടി മൊത്തം ഉമ്മ തന്നെയാണ് കേട്ടോ ചെയ്യാറ്. മഴ നനഞ്ഞ് ആരാണ് വരുന്നത്? തണുത്ത് വരച്ച്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാനും ഒന്നും മറക്കരുത് കേട്ടോ. എന്തായാലും ഒരു ഹാർട്ടെങ്കിലും എനിക്ക് വേണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. ക്യൂർ സ്കിൻ എന്നുള്ള ആപ്പിനെ കുറിച്ച് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ജിനീസ് 100 എന്നുള്ള കൂപ്പൺ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 100 രൂപ ഡിസ്കൗണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.